കാട്ടാനാക്രമണത്തിൽ ഇന്നലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർ വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ ജോസിൽ രാവിലെ തന്നെ സജീവമായി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് എന്നതാണ്. പെരുവന്താനത്തായിരുന്നു സംഭവം. കാട്ടാന ആക്രമണത്തിൽ മരിച്ച സോഫിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം സർക്കാർ പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇത് സംബന്ധിച്ച ഉറപ്പ് കുടുംബത്തിന് കൈമാറി. സോഫിയുടെ മകൾക്ക് സർക്കാർ ജോലി നൽകാൻ ശുപാർശ ചെയ്യാനും തീരുമാനമായിട്ടുണ്ട്. ജില്ലാ കളക്ടറിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശം പോയിട്ടുണ്ട്, അത്തരമൊരു ശുപാർശ പോയിട്ടുണ്ട് എന്നതുപോലെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ജോസിലേക്ക് തന്നെ നമുക്ക് പോകാം. ജോസിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ നമ്മളുമായി പങ്കുവെക്കും. ജോസിൽ, ഗുഡ് മോർണിംഗ്. ശരത്, ഗുഡ് മോർണിംഗ്. ജോസിൽ, ഇത് കോട്ടയം ഇടുക്കി ജില്ലാ അതിർത്തിയിൽ ഒരു ഉൾപ്രദേശമായിരുന്നു. അവിടെ കാട്ടാന ഭീതിയിൽ കഴിയുന്ന മറ്റു ചില കുടുംബങ്ങൾ കൂടിയുണ്ടല്ലേ? അവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഇതുപോലെ തന്നെ തീരുമാനമായി എന്ന് വാർത്തയിൽ കണ്ടു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും കാര്യങ്ങളും സംസ്കാര ചടങ്ങുകൾ ഇന്ന് എപ്പോൾ എങ്ങനെയൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. വിശദാംശങ്ങളാകെ എന്തൊക്കെയാണ്? ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തി വരുന്ന ഇടുക്കി ജില്ലയിലെ പെരുവന്താനം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചേന്നാപ്പാറ കൊമ്പൻപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത്. ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ട് ഈ എസ്റ്റേറ്റ്, ഇത് TR&D എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. അവിടെ ലയത്തിൽ താമസിക്കുന്ന കുടുംബങ്ങളാണിത്. അവർ ഈ എസ്റ്റേറ്റിൻ്റെ റീപ്ലാന്റേഷൻ നടത്താതെ കാട് പിടിച്ച് കിടക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് ഈ കാട്ടാനകളും അതുപോലെ തന്നെ മറ്റു വന്യമൃഗങ്ങളും എല്ലാം ഇറങ്ങി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങൾ പ്രക്ഷോഭവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും 20ഓളം വരുന്ന കാട്ടാനകൾ ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് വനംവകുപ്പിന് നൽകിയതാണ്. എന്നാൽ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതെല്ലാം കൃത്യമായ രീതിയിൽ മുഖവിലക്കെടുത്തില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായത്. ഇന്നലെ 5:30യോടുകൂടി വീട്ടിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയാണ് ഈ അരുവിയിലേക്ക് ഈ സോഫിയ പോകുന്നത്. കുറേ നേരമായിട്ടും അമ്മയെ കാണാതെ വന്നപ്പോൾ മകൻ തിരഞ്ഞിറങ്ങി. കാട്ടാനയുടെ ചിഹ്നം വിളി അടക്കമുള്ളത് കേട്ടതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഈ അരുവിയിലെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കൊല്ലപ്പെട്ട നിലയിൽ, കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ സോഫിയ കിടക്കുന്നതാണ് കണ്ടത്. ഏതായാലും പിന്നീട് നാട്ടുകാരും ജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം അവിടെ തടിച്ചുകൂടി. കളക്ടർ എത്താതെ ഇതിനകത്ത് ഈ ഞങ്ങൾ മൃതദേഹത്തോടൊരു അനാദരവ് കാണിക്കുന്നതല്ല, പക്ഷേ ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ ഇത്തരത്തിൽ കളക്ടർ വന്ന് വേണ്ട ഇതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് മാർഗങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രി 1:30യോടുകൂടി കളക്ടർ വി വിഘ്നേശ്വരി സംഭവ സ്ഥലത്തെത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. ഒപ്പം തന്നെ 2 മക്കളാണുള്ളതിൽ മകൾക്കാണ് പ്രായപൂർത്തിയായത്. ഈ മകൾക്ക് ഒരു സർക്കാർ ജോലി കൊടുക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഈ കുടുംബങ്ങൾ, ഇപ്പോൾ ആ പ്രദേശത്ത് 3 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇപ്പോൾ 20ഓളം കാട്ടാനകൾ, 2 കുട്ടി ആനകളടക്കം ഈ പ്രദേശത്ത് ഇറങ്ങി ശല്യമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയും സ്വീകരിക്കും. ഒപ്പം തന്നെ ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങാതിരിക്കാൻ വേണ്ടി ട്രെഞ്ചിങ്, ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ റീപ്ലാന്റേഷൻ നടത്താതെ ഇത്തരത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലേക്ക് വനം, അതായത് ശബരിമല പ്രദേശം വനത്തിൽ നിന്നൊക്കെ കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളും ഈ ജനവാസ മേഖലയിലേക്ക് വ്യാപിക്കുന്നതിന് പ്രധാന കാരണം ഇത്തരത്തിൽ റീപ്ലാന്റേഷൻ നടത്താതെ കിടക്കുന്ന പ്രദേശങ്ങളാണ്, കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അത് റീപ്ലാന്റേഷൻ നടത്തുകയോ അല്ലെങ്കിൽ ആ കാട് തെളിക്കുകയോ ഒക്കെ ചെയ്യാൻ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം എന്നുള്ളതൊക്കെയാണ് ജനങ്ങളുടെ ആവശ്യം. ഏതായാലും കളക്ടർ ഈ കാര്യത്തിലൊക്കെ ഒരു നയപരമായ തീരുമാനമെടുത്തതിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ രാത്രി 2 മണിക്ക് ശേഷം ഈ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇവിടെ രാവിലെ 8 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം കാഞ്ഞിരപ്പള്ളി ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരത്, ജോസിലാണ് അവിടെ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ഒക്കെ നമ്മൾക്കായി ഇന്ന് കൂടുതലായി പങ്കുവെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് എടുത്തിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും ആ കുടുംബത്തെയും ആ നാട്ടുകാരെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ആശങ്കകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് സർക്കാർ എടുത്ത നടപടികളും ഒക്കെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. അത് ആ നിലയിൽ അവർക്ക് പൊതുവിൽ സ്വീകാര്യമായി വന്നിട്ടുണ്ട്. ജോസിലാണ് വിശദാംശങ്ങൾ ഇപ്പോൾ പെരുവന്താനത്ത് നിന്ന് നൽകിയത്. ശരി ജോസിൽ, നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും വേണ്ടതായിട്ടുണ്ട്. വരുന്ന ബുള്ളറ്റിനുകളിലൊക്കെ കൂടുതലായ കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ശരി.